ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 38ാമത്തെ മെനുവാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മെനുവിൽ നമ്മൾ ഉണ്ടാക്കിയത് ചൊരക്ക കൊണ്ട് ഒരു സാമ്പാർ, പയർ തോരൻ, മീൻ വറുത്തത്, പിക്കിൾ, പിന്നെ കുറച്ച് സാലഡ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറിൽ തുവരപ്പരിപ്പും ചൊരക്ക കഷ്ണങ്ങളായിട്ട് നുറുക്കിയതും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒരു 2 വിസിലിന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വേറൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുകും ഉലുവയും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്ന മുളകും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തതിന് ശേഷം തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സാമ്പാർ പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ഒപ്പം പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പരിപ്പും ചൊരക്കയും വേവിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൺസിസ്റ്റൻസി ശരിയാക്കിയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നല്ല തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി പയർ തോരൻ ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും ഉഴുന്നും പരിപ്പും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പയർ അരിഞ്ഞു വെച്ചത് ചേർത്ത് അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് പയർ വേകുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, കരിവേപ്പില ഇത്രയും ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ പയർ തോരൻ റെഡിയായി. അപ്പോൾ ഈ റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.